ഹായ് ഫ്രണ്ട്സ്, ഞാനിതിനു മുമ്പ് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണൊരു ലെങ്തി വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചേർത്തല ചിത്രാഞ്ജലി തിയേറ്ററിലാണ്. അപ്പോൾ സംഭവം മനസ്സിലായി കാണുമല്ലോ ഏത് മൂവിയാണ്. അപ്പോൾ കിഷ്കിന്ധാകാന്ഡം, മാസിക്കലിയുടെ കിഷ്കിന്ധാകാന്ഡം കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അജയൻ്റെ ടിക്കറ്റ് കിട്ടില്ല, അജയൻ്റെ മോഷണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അത് നെക്സ്റ്റ് ഡേ അതിൻ്റെ ഒപ്പീനിയൻ അറിയിക്കാം. അപ്പോൾ കിഷ്കിന്ധ കണ്ടിട്ട് അതെങ്ങനെയുണ്ടെന്ന് ഞാൻ ഒപ്പീനിയൻ അറിയിക്കാം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അറിയിക്കാം. ഓക്കെ, ബൈ. ഹായ്, അങ്ങനെ കിഷ്കിന്ധാകാന്ഡം കണ്ടിട്ട് ഇതാ വീട്ടിലെത്തിയുള്ളൂ. എന്താ പറയുക, അടിപൊളി മൂവിയാണ്, ഒരു രക്ഷയില്ല, പറയാൻ വാക്കുകളില്ല. എല്ലാവരുടെയും കിടു പെർഫോമൻസ്, മൂവിയുടെ ഓരോ സീക്വൻസും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ബ്രില്യൻസ് എന്ന് തന്നെ പറയാം. സ്ക്രീൻ പ്ലേ ആണെങ്കിലും എല്ലാം ഓവറോൾ അടിപൊളി ടോപ്പ് നോച്ച് മൂവിയാണ്. ദൃശ്യം ലെവലെന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് മൂവി, ബട്ട് സൂപ്പറാണ്. മിസ്റ്റീരിയസ് ത്രില്ലറാണ്. മേ ബി ഇത് മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ഒക്കെ ആയേക്കാം. സ്ലോ പേസ് ആണ് മൂവി. സ്റ്റാർട്ടിങ് തൊട്ടൊരു ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ ഒരു സ്ലോ പേസ് പോലെയൊക്കെയാണ് പോകുന്നത്. പക്ഷെ അത് ആ സ്റ്റോറിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വാണ്ടഡ് ആയിട്ടുള്ളൊരു ലാഗാണുള്ളത്. അല്ലാതെ പർപ്പസ്ഫുള്ളി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഇമോഷനിലേക്ക് വൺസ് ഒന്ന് കൊടുത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാഗേ ഉള്ളൂ. ആസിഫ് അലിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഓരോ മൂവി കഴിയും തോറും ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് ഒരു രക്ഷയില്ല പുള്ളി. ഈ അടുത്തിറങ്ങിയ 3-4 പടങ്ങളോളം പുള്ളിയുടെ ഇറങ്ങിയതെല്ലാം ഡിഫറെന്റ് കൈൻഡ് ഓഫ് മൂവിയാണ്. ഇത് അന്തർ കൈൻഡ് ഓഫ് മൂവി. അപർണയാണെങ്കിലും വിജയരാമസാറിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, കട്ടയ്ക്കാണ്. ഇവർ 3 പേരുമാണ് മെയിൻ ലീഡിങ്ങും. പിന്നെ അശോകൻ, ജഗദീഷ്, നിഷാൻ, എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം എന്താ പറയുക, അടിപൊളിയായിട്ട് ആ സിനിമയ്ക്ക് വാണ്ടഡ് ആയിട്ട് എന്താണുള്ളത് അത് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഒരു രക്ഷയില്ല. ഓരോ സീനിനെയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ആ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന് ഹാറ്റ്സ് ഓഫ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. എന്താ പറയാൻ വാക്കുകളൊന്നുമില്ല, ടോപ്പ് നോച്ച്. അത്രയ്ക്ക് ആ ഇമോഷണലാക്കി നമ്മൾ ആ ഒരു ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അങ്ങ് എൻഗേജ് ആയിപ്പോൾ നല്ല സാറ്റിസ്ഫൈഡ് മൂവിയാണ്. മസ്റ്റ് വാച്ച്.